ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മഞ്ഞ ഏരിയയാണ്. ഈ മീൻകറി ഉണ്ടാക്കാനായിട്ട് എന്ത് മീനും വേണം എടുക്കാം. ഇനി മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഉള്ളി വേണം. ഞാൻ ഒരു 8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ആദ്യമേ ചീഞ്ചട്ടി ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഈ ഉള്ളി ഇടുക. ഇനി ഇതിലേക്ക് ഒരു 15 വറ്റൽമുളക്, ഇതിപ്പോൾ 2ആയിട്ട് പൊട്ടിച്ചാണ്, അത് ഇതിനകത്തേക്ക് ഇടാം. അപ്പം മുളകൊക്കെ ഇടുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക. 1/2 ടേബിൾ സ്പൂൺ മല്ലി, ഇത് മുഴുവൻ മല്ലിയാണ്, അത് ഇട്ടിടുക. 1/4 ടീസ്പൂൺ ഉലുവ. ഉലുവ ഇടുമ്പോൾ ഉലുവ കൂടിപ്പോകാൻ പാടില്ല. ഉലുവ കൂടിപ്പോയി കഴിഞ്ഞാൽ കഴിക്കും. ഇനി ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്തിട്ടുണ്ട്. ഇത് മൂത്തു എന്നെങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മല്ലിയുടെയൊക്കെ കളർ ഉണ്ട്, ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ചീഞ്ചട്ടി തന്നെ ഇങ്ങനെ കിടന്നോട്ടെ. ചൂടാറി കഴിയുമ്പോൾ നമുക്കിതൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ആ മുളക് വറുത്തത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഫൈനായിട്ടാണ് അരച്ചേക്കുന്നത്. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിക്കാം. ഈ ബൗളൊന്ന് കഴുകി ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ ഗ്രേവിയുടെ കണക്കനുസരിച്ച് വേണം ഒഴിക്കാനായിട്ട്. എന്ന് വെച്ചാൽ ചിലവർക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് അത്ര തിക്കായിട്ടുള്ള കറി ഇഷ്ടം ഉണ്ടാവത്തില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. ഇത് സ്റ്റവ് ഓൺ ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് വേണ്ടത് കുടംപുളിയാണ്. അപ്പോൾ കുടംപുളിയൊക്കെ ഇടുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ കുടംപുളി ഞാൻ കഴുകിയിട്ട് ഇതിങ്ങനെ മുറിച്ചിടുന്നതാണ്. നല്ല ചെറിയ ചെറിയ പീസായിട്ടാണ് മുറിച്ചിടുന്നത്. കുറച്ച് കറിവേപ്പില വേണം, അതിടാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് ഗ്രേവി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇത് തിളപ്പിച്ചെടുക്കണം. ഈ ഗ്രേവി തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മീനിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് തിളക്കട്ടെ. ഇത് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് മീൻ ചേർക്കാം. ചില സമയത്ത് നല്ല നെയ്യുള്ള ചാള കിട്ടത്തില്ലേ, ആ നെയ്യുള്ള ചാള വെച്ചിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമുക്ക് എല്ലാ മീൻ വെച്ചിട്ടും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് അധിക സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതും ഇതുപോലെ തന്നെ ഒരു 2 മിനിറ്റ്, അതിൽ കൂടുതൽ തിളപ്പിക്കേണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ മീൻ ഒരുപാട് നേരം കിടന്നു കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി. ഇനി ഇത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യണേണ്. ഞാനിതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ഇടണേണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. ഇത് അടച്ചു വെക്കാം. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.